ലോർഡ്. ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡിയിലേക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകത്തിന്റെ 9-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് ധ്യാനിച്ച് നിർത്തിയത്. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പ്രോബബ്ലി ഇറ്റ്സ് എ ഹെൽത്തി ക്യൂരിയോസിറ്റി. വളരെ ആരോഗ്യകരമായ ഒരു ആകാംക്ഷയാണെങ്കിൽ തന്നെയും ദൈവം അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു ആകാംക്ഷയോടെ എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു ആകാംക്ഷയോടെ നമ്മൾ വായിക്കേണ്ട പുസ്തകമല്ല വെളിപ്പാട് പുസ്തകം. കാരണം വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് ഈ പ്രപഞ്ചത്തിനും മനുഷ്യരാശിക്കും വരുവാൻ പോകുന്ന അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ്. ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അവസാനം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തിലേക്ക്, മനുഷ്യന്റെ സൃഷ്ടിയുടെ അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നത്, സകലത്തെയും കൂട്ടിവരുത്തുന്നത് എന്നുള്ളതിന്റെ പ്രതിപാദനമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, വിവിധ ഘട്ടങ്ങളിലായിട്ട് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുവാനായിട്ടിടയായി. 1-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവിന്റെ മഹത്വപ്പെട്ട മഹത്വത്തിലായിരിക്കുന്ന കർത്താവിന്റെ കർത്തൃത്വത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തേജസ്സേറിയ രൂപത്തെ, ദൈവത്വത്തെ നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. പിന്നെ 2-ാം അധ്യായവും 3-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ ദൈവസഭകളോടുള്ള ദൂത്, കാരണം സഭയുടെ നാഥനായ കർത്താവ് നോക്കുമ്പോൾ ദൈവത്തിന്റെ സഭയുടെ കുറവുകൾ കാണുന്നു. അല്ലെങ്കിൽ തന്നോടുകൂടെ അവർക്ക് വസിക്കേണ്ടതിനായിട്ട്, തൻ്റെ വരവിൻ്റെ സമയത്ത് തന്നോടുകൂടെ എടുക്കപ്പെടുന്നതിന് തടസ്സമായി, നിത്യതയിൽ തന്നോടുകൂടെ കഴിയുന്നതിന് തടസ്സമായി ദൈവസഭയിലുള്ള ദൈവമക്കളുടെ കുറവുകളെ കണ്ടിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതായിട്ട് 2-3 അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അത് നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ട് മുതൽ, അല്ലെങ്കിൽ പെന്തക്കോസ്തി നാളിൽ ദൈവത്തിന്റെ സഭ സ്ഥാപിതമായത് മുതൽ കർത്താവിന്റെ സഭ സ്വർഗത്തിലേക്ക് കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുന്നത് വരെയുള്ള സഭാ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന എല്ലാ നൂറ്റാണ്ടുകളിലുമുള്ള, അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ദൈവമക്കൾക്ക് എന്നേക്കുമായി എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ എഴുത്തുകളാണതെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ പ്രാഥമികമായിട്ട് 2-3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സഭ എങ്ങനെ തയ്യാറെടുക്കണം, ദൈവത്തിന്റെ സഭ എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. പിന്നെ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നമുക്ക് കാണുന്നത് സ്വർഗത്തിലെ ദർശനമാണ്. സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവം ആരാധിക്കപ്പെടുന്നതും അവിടെയുള്ള 4 ജീവികളെ കുറിച്ച്, 24 മൂപ്പന്മാരെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ 6-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 6-ാം അധ്യായം മുതൽ അവസാന കാലഘട്ടത്തിന്റെ സംഭവങ്ങൾ ആരംഭിക്കുക, എസ്കറ്റോളജിക്കൽ ഇവന്റ്സ് അവിടെ തുടങ്ങുകയാണ്. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്വർഗീയ ദർശനം വീണ്ടും കാണുന്നുണ്ടെങ്കിൽ തന്നെയും 8-ാം അധ്യായം മുതൽ വീണ്ടും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ന്യായവിധിയെക്കുറിച്ചും, അല്ലെങ്കിൽ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെ ഈ പ്രപഞ്ചം അവസാനിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മനുഷ്യന്റെ അവസാനത്തിലേക്ക് എങ്ങനെ കടന്നു വരുന്നു, ദൈവം എല്ലാം എങ്ങനെ പുതുതാക്കുന്നു എന്നുള്ള ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് 6 കാഹളങ്ങൾ ഊതുന്നതിനെ കുറിച്ചാണ്, 7 ട്രംപറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ 6 ട്രംപറ്റ്സ് ബ്ലോൺ അപ്പ് ചെയ്തു. അത് പിന്നെ 6 കാഹളങ്ങൾ ഊതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഊതുവാനുള്ളത് 7-ാമത്തെ കാഹളമാണ്. അത് നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 7-ാമത്തെ കാഹളം ഊതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് മുന്നോട്ടുള്ള സമയം 10-ാം അധ്യായത്തിൽ നമുക്ക് ആരംഭിച്ച് തുടങ്ങാം. അത് സമയം കിട്ടുന്നതനുസരിച്ച് മുമ്പോട്ട് നമുക്ക് പഠിക്കാം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 10 വേഴ്സ് 1, വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും, മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവന്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്
ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അതെന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത് 10-ാം അധ്യായത്തിൽ നിന്ന് സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച വചനഭാഗമാണ്. നമുക്ക് ഓരോരോ വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 1-ാമത്തെ വാക്യം പറയുന്നു, 10:1, ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. ഇവിടെ വീണ്ടും യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. ഒരു വലിയ ദൂതനെ, മറ്റൊരു ദൂതനെന്ന് അവിടെ പറയുന്നത്, മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. He was seeing a mighty angel in his vision. അവന്റെ ദർശനത്തിൽ ഒരു വലിയ ദൂതൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് താൻ കാണുന്നതായിട്ട് പറയുന്നു. സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ 1-ാമത്തെ വാക്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്, ആരാണ് ഈ ദൂതൻ എന്നൊരു സംശയം ഉണ്ടാകും. ചിലര് അതിനെക്കുറിച്ച് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് ഇത് കർത്താവിനെ കുറിച്ചാണ്, ഈ ദൂതനായിട്ട് കാണിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. കാരണം അവർ പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ദൂതന്റെ പ്രത്യേകതകൾ, ആ വിവരണങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ മേഘം ഉടുത്തിരിക്കുന്ന ദൂതനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അത് മാത്രമല്ല, അവന്റെ ഒരു കാൽ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സമുദ്രത്തിന്റെ മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ ആ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. അവിടെ പറയുന്നു, 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്റെ മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. അപ്പൊ നമ്മളിങ്ങനെ കാണാം, മേഘം ഉടുത്തുകൊണ്ട് ദൂതൻ നിൽക്കുന്നു. അവന്റെ തലയിൽ മഴവില്ല് പോലെ അവിടെ തലയിൽ ആകാശവില്ല് ധരിച്ചിരിക്കുന്നു. മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരിക്കുന്നു. ഒരു കാൽ സമുദ്രത്തിന്റെ മേലും ഒരു കാൽ ഭൂമിമേലും വെച്ചിരിക്കുന്നു. ഇങ്ങനെ വലിയൊരു ദർശനം കാണുമ്പോൾ, ഈ വിവരണം വെച്ച് നോക്കിക്കഴിയുമ്പോൾ പലരും പറയുന്നത് ഇത് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നതാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇത് യേശു കർത്താവിനെ അല്ല കാണിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ഇനിയും സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങുന്നത് ഒന്ന് സഭയുടേതായിട്ടുള്ള ഉൾപ്രാപണത്തിന്റെ സമയത്ത്, അത് കഴിഞ്ഞൊരു പ്രാവശ്യം ഇറങ്ങാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവിന്റെ 2-ാമത്തെ വരവാ. അപ്പൊ ഇപ്പൊ വീണ്ടും ഇവിടെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു വരവിനെ കുറിച്ചുള്ളതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരിക്കലും സംഭവ്യമല്ല. കർത്താവ് അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ഒരു കാരണത്താലും ദൈവവചന പ്രകാരം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുകയില്ല. 2-ാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ എഴുതിയിരിക്കുന്നു മറ്റൊരു ദൂതൻ, അനദർ ഏഞ്ചൽ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇറ്റ് ഇസ് അനദർ ഏഞ്ചൽ. If it was Jesus Christ, it would have been told that this is the Lord. കർത്താവിനെ കുറിച്ചാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയും. So this talks about അനദർ ഏഞ്ചൽ, മറ്റൊരു ദൂതൻ. അത് തന്നെ റൂൾ ഔട്ട് ചെയ്യുന്നു ഇത് നമ്മുടെ കർത്താവല്ലെന്ന്. അത് മാത്രമല്ല, താഴേക്ക് വരുന്നു വായിക്കുമ്പോൾ ഈ പറയുന്ന ദൂതൻ സ്വർഗത്തിലെ കർത്താവിന് മഹത്വം കൊടുക്കുന്നതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തതായിട്ട് അവിടെ എഴുതുന്നു. ഒരിക്കലും കർത്താവിനെ ചൊല്ലി തന്നെ ഇവിടെ ഈ ഭാഗത്ത് സത്യം ചെയ്തേണ്ടതായിട്ടൊരു ആവശ്യമില്ല. കാരണം അവിടുന്ന് ഒരു നിയമം സ്ഥാപിക്കുന്നില്ല, അവിടുന്ന് ഒരു പ്രവചനം നടത്തുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോമിസ് തരുന്നില്ല. ഇവിടെ ഒരു സംഭവത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഒരിക്കലും തന്നെ വെച്ചുകൊണ്ട് അവിടെ
ഒരിക്കലും ഒരു സത്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയും ചേർത്ത് വായിക്കുമ്പോൾ ഇത് യേശു കർത്താവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് മറ്റൊരു ദൂതനാണ്. ഒരു പക്ഷേ ഡിഫറെന്റ് ലെവലിലുള്ള അതോറിറ്റിയിലുള്ള അധികാരത്തിലുള്ള ഒരു ആർക്കേഞ്ചൽ ആയിരിക്കാം, ഒരു മഹാദൂതനായിരിക്കാം. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. കാരണം വിശദമായിട്ട് അവിടെ ഒന്നും തന്നെ പറയുന്നില്ല. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് കാണുന്നു എന്ന് പറയുന്നു. അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ ദൂതന്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകത്തെ സ്മോൾ അവിടെ എഴുതിയിരിക്കുന്നു. ആൻഡ് ഹി ഹാഡ് ഇൻ ഹിസ് ഹാൻഡ് എ ലിറ്റിൽ ബുക്ക് ഓപ്പൺ. ഒരു തുറന്ന പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് സീൽഡ് ബുക്കിനെ കുറിച്ചല്ല. നമുക്കറിയാം, നമ്മൾ ഈ ന്യായവിധികളെ കുറിച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എട്ടാമത്തെ വാക്യത്തിൽ, എട്ടാമത്തെ അധ്യായത്തിൽ 9 ഇവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മുടെ ചെറുപുസ്തകത്തെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സീൽഡ് ആയിരിക്കുന്ന ഒരു സ്ക്രോളിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്, അല്ലെ? അടച്ചു വെച്ചിരിക്കുന്ന മുദ്രയിട്ടൊരു പുസ്തകത്തെ കുറിച്ചാണ് ഇവിടെ വായിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് തുറന്നിരിക്കുന്ന ഒരു ചെറുപുസ്തകത്തെ കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മുന്നോട്ട് സംഭവിക്കുവാൻ പോകുന്ന വലിയ ന്യായവിധികളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ പുസ്തകമെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ ചെറു പുസ്തകത്തെ കുറിച്ച് ദൈവവചനത്തിൽ മറ്റെങ്ങും തന്നെ ഒരു വ്യാഖ്യാനം പറയുന്നില്ല. ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്നറിയാം, അത് ഓപ്പൺ ആയിരിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ദൈവത്തിന്റെ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കുവാൻ പോകുന്ന ന്യായവിധികളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ആ ഭാഗത്ത് അനുമാനിക്കാം. ഇറ്റ്സ് ജസ്റ്റ് എ സ്പെക്കുലേഷൻ. അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമായിട്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവിടെ പറയുന്നില്ല. 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആര്? ഈ ദൂതൻ അത്യുച്ചത്തിൽ ആർക്കുകയാണ്. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു എന്ന് പറയുമ്പോൾ ഇതേ എക്സ്പ്രഷൻ തന്നെ ആമോസിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൽപ്പന, ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുമ്പോൾ അവിടെ സിംഹത്തിന്റെ അലർച്ച പോലെ എന്നൊരു എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. അത് സംസാരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവം ആജ്ഞാപിക്കുന്നു, അല്ലെങ്കിൽ ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കോപം അതിനെ കാണിക്കുന്നതാണ് സിംഹത്തിന്റെ അലർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗൗരവമായ ഒരു വിഷയം, ഈ ദൂതൻ സംസാരിക്കുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അക്ഷരികമായിട്ട് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വളരെ ഗൗരവമേറിയ ഒരു വിഷയം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങുകയാണ് യോഹന്നാനോട്. ശ്രദ്ധിച്ചു കേൾക്കണമേ. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഇങ്ങനെ സിംഹത്തെ പോലെ അലറി സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ 7 ഇടിനാദം മുഴക്കി എന്ന് പറഞ്ഞാൽ വലിയ 7 ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ആൻഡ് when the 7 thunders had uttered their voices. 7 thundersനെ കുറിച്ച് പറയുമ്പോൾ again thunder like speaking എന്ന് പറയുന്നത് God speaking from heaven or the angel speaking on behalf of God. ദൈവത്തിൽ നിന്നുള്ള ഈ ദൂതൻ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഈ യോഹന്നാൻ കൊടുക്കുകയാണ്, ദർശനത്തിൽ കൊടുക്കുകയാണ്. അപ്പൊ 7 ഇടിയെ കുറിച്ച് പറയുമ്പോൾ 7 stands for perfection, പൂർണ്ണതയെ കാണിക്കുന്നതാണ് 7. അപ്പോൾ 7 ഇടിനാദം മുഴക്കി, ഇടിനാദമുള്ള ശബ്ദത്തോടു കൂടി ദൈവം സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ നാച്ചുറലി നമുക്കറിയാം, ഇവിടെയൊക്കെയും കാണുന്നത് യോഹന്നാൻ അത് എഴുതിയെടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ്. പക്ഷേ ഇവിടെ ദൈവം സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ എഴുതാൻ തുടങ്ങി. പക്ഷേ ശബ്ദം പറയുകയാണ്, നീ എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് പറഞ്ഞാൽ എഴുതാതെ അടച്ചു വെക്കുക. സീൽ ഇറ്റ്, ഡോണ്ട് റൈറ്റ് ഇറ്റ് ഡൗൺ. I don't want you to disclose it to the world. ലോകത്തിന് നീ ഇത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. നമുക്ക് പലപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാകും, ഈ ദൂതന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചെറുപുസ്തകത്തിന്റെ വലുപ്പം എന്താണ്. ഒരു പക്ഷെ ചിലർ ചിന്തിക്കും അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെതായ അധികാരത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ടതാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തില് കർത്താവ് എഴുന്നേറ്റതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുന്ന സമയം 1-ാം അധ്യായം, അപ്പൊ ആക്ട്സ് ചാപ്റ്റർ 1:7 അവിടെ വായിച്ചു വരുമ്പോൾ 6-ാമത്തെ വാക്യത്തില് ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഈ കാലത്തിലോ നീ ഇസ്രായേലിന്റെ രാജ്യം സ്ഥിരമാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. It is not for you to know the time and the season which God the Father has put in his power. സോ ദൈവം തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില കാലങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഗോഡ് ഈസ് നോട്ട് ഡിസ്ക്ലോസിങ് ഇറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമേ, ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ദൈവം ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന ചിലതുണ്ട്, ഹിഡൻ ആയിരിക്കുന്ന ചില മിസ്റ്ററികൾ, സ്റ്റിൽ മിസ്റ്ററി ആയിട്ട് തന്നെ ഹിഡൻ ആക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം അതിനെ വെളിപ്പെടുത്തി തരാതെ അതെന്താണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചോ നമ്മുടെ ക്ലവർനെസ് ഉപയോഗിച്ചോ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുവാനോ ദുർവ്യാഖ്യാനം നടത്തുവാനോ തക്കവണ്ണം നമുക്ക് അധികാരമില്ല. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഡ്യൂട്രോണമിയിലേക്ക് വരുമ്പോൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 29 വേഴ്സ് 29 വളരെ പോപ്പുലർ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കുന്ന ഒരു വെൽ നോൺ വേഴ്സ് ആണ്, അറിയപ്പെടുന്ന ഒരു വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 29:29, ഡ്യൂട്രോണമി 29 വേഴ്സ് 29. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കി, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത് അത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. See, here the things which are hidden are for the Lord only. മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ അധികാരത്തിൽ മാത്രമുള്ളതാണ്. ദൈവം അത് എന്ന് വെളിപ്പെടുത്തി തരുന്നു അന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, വിശ്വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷേ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വചനങ്ങൾ എന്തിനാണ് നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകിച്ച് ഈ വെളിപാട് പുസ്തകമായിക്കൊള്ളട്ടെ, ഡാനിയേലിന്റെ പുസ്തകമായിക്കൊള്ളട്ടെ, സഗരിയ പ്രവാചകന്റെ പുസ്തകമായിക്കൊള്ളട്ടെ, ഇസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ചില ഭാഗങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ പ്രവചനാത്മാവിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ്. അതിൽ പലപ്പോഴും അത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ മെസ്സേജുകൾ പറയുന്ന സമയത്ത് വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് അതിനെ വെളിപ്പെടുത്തി തന്നിട്ടില്ലെങ്കിൽ, അതിനെ റിവീൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ, സ്റ്റിൽ ദേ ആർ കെപ്റ്റ് ആസ് മിസ്റ്ററീസ്, ഹിഡൻ. അതിനെ വ്യാഖ്യാനം ചെയ്യുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും ക്ലവർനെസ് ഇല്ല, ഒരു മനുഷ്യനും അധികാരമില്ല. പിന്നെ നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് അങ്ങനാകാം ഇങ്ങനാകാം എന്നൊക്കെ പറയാമെന്നല്ലാതെ അതൊരിക്കലും ശരിയാകണമെന്നില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞതിനെയാണ് നാം വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തിയതിനെ മാത്രം നമ്മൾ അതിനെ വിശ്വസിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ മുദ്രയിട്ടതായിട്ട് തന്നെ, സീൽഡ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ ലീവ് ഇറ്റ് അലോൺ, ബിക്കോസ് ഗോഡ് ഹാസൻറ്റ് റിവീൽഡ് ദാറ്റ് ടു അസ്. ഇതിന്റെ ഡേഞ്ചർ എന്താന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒത്തിരി ക്യൂരിയോസിറ്റി ഉണ്ടാകാം. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുവാനും പലരുടെ അഭിപ്രായങ്ങൾ എടുത്ത് പറയുവാനും ഒക്കെ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകാം. പക്ഷെ ഒരു വലിയ ഡേഞ്ചർ അവിടെ ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 22-ാമത്തെ അധ്യായത്തില് 18-19 വാക്യങ്ങളിൽ വെളിപ്പാട് പുസ്തകം, റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സസ് 18 and 19 നോക്കുമ്പോൾ, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അവന്റെ അംശം ദൈവം നീക്കിക്കളയും. ഇത് ഒരു സ്കേറി വേഴ്സാ കേട്ടോ. ദിസ് ഈസ് എ വാർണിംഗ് ഫ്രം ദ ലോർഡ്. കർത്താവ് പറയുക, ഈ പ്രവചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ കൽപ്പിക്കുകയാണ്. അപ്പോ when we are listening to a sermon from the book of Revelation, this is applicable to us. ദൈവവചനത്തിൽ നിന്ന്, വെളിപാട് പുസ്തകത്തിൽ നമ്മൾ സെർമൺ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാന പഠനത്തിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മളോട് കൽപ്പിക്കുകയാണ്, ഇതിനോട് ആരെങ്കിലും എന്തെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ബുദ്ധിയോടുകൂടി കൂട്ടുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാധകൾ അവന് വരുത്തും ദൈവം. ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലോ കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രതിഫലവും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സെൻസിബിളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കർത്താവ് വെളിപ്പെടുത്തിയതിനെ കുറിച്ച് മാത്രം നമ്മൾ അറിയുക. ബാക്കിയുള്ളത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് we will leave it as hidden, അല്ലെങ്കിൽ മിസ്റ്ററി ഓൺ ദ സൈഡ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ 7 ഇടി മുഴക്കിയപ്പോൾ യോഹന്നാൻ എഴുതാൻ ആരംഭിച്ചു. he was about to write down those things, but he heard a sound from heaven saying that not to write, just seal it off, just leave it alone. ഇത് തന്നെ ഡാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന മൊമെന്റ് നമ്മൾ അവിടെ വരാൻ പോകും. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ, ഒരല്പ മിനിറ്റുകൾക്കുള്ളിൽ കാണാം.
താഴേക്ക് വായിക്കുന്നു 4-ാമത്തെ വാക്യത്തിൽ, 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. 5-ാമത്തെ വാക്യം, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതുമായി സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഇവിടെ ഒരു അനദർ ടൈം ആരംഭിക്കുകയാണ്, അനദർ സ്റ്റെപ്പ് ആരംഭിക്കുക. ഈ ദൂതൻ വന്ന് പറയുകയാണ്, അവൻ കാഹള ശബ്ദത്തോടെ സിംഹത്തിന്റെ അലർച്ച പോലെ അതിഗംഭീരമായ ശബ്ദത്തിൽ യോഹന്നാനോട് പറയുകയാണ്, ഞാൻ ഈ പറയുവാൻ പോകുന്നത് നീ എഴുതിയെടുക്കേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ പ്രവാചകന്മാരിലൂടെ കൽപ്പിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുവാൻ പോവുകയാണ്. ഇനി സമയമേറെയില്ല, ഇനി സമയമെല്ലാം കഴിഞ്ഞു, സമയം ഇനിയില്ല, അത് തുടങ്ങുവാനായിട്ട് പോവുകയാണ്. ഒരു കാഹള ശബ്ദം പോലെ ഒരു വലിയ ശബ്ദത്തോടെ യോഹന്നാനോട് പറയുകയാണ്, അത് സംഭവിക്കാൻ പോവുകയാണ്. എന്താണ് ഈ പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന മർമ്മം? നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകവും ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 10 to 12, അതും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 10-ാം അധ്യായവും തമ്മിൽ ഒത്തിരി വലിയ സാമ്യങ്ങളുണ്ട്. ഇവിടെ കാണുന്ന ഒരു വലിയ ദൂതനെ കുറിച്ച് നമ്മൾ പറയുന്നല്ലോ, മഹാദൂതനെ കുറിച്ച് പറയുന്നല്ലോ, ഇതുപോലെ ഒരു ദൂതനെ കുറിച്ച് തന്നെയാണ് ഡാനിയേലും അവിടെ കാണുന്നത്. ഞാൻ അതിന്റെ ആ സാമ്യത അല്ലെങ്കിൽ ആ കമ്പാരിസൺസ് ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 10 ആൻഡ് ഡാനിയേൽ ചാപ്റ്റർ 10 to 12 ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കമ്പാരിസൺ 10:5 ഡാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എ സെർട്ടൈൻ മാൻ ക്ലോത്ത്ഡ് ഇൻ ലിനൻ, ശണവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ദൂതൻ നിൽക്കുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനദർ ഏഞ്ചൽ ക്ലോത്ത്ഡ് വിത്ത് ക്ലൗഡ്. ഇവിടെ പറയുന്നു മേഘം ധരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10:6 പറയുന്നു, ഹിസ് ഫേസ് ലൈക്ക് ദി അപ്പിയറൻസ് ഓഫ് ലൈറ്റ്നിങ് പോലെ, എന്താ പറഞ്ഞ, പിന്നെ ഇടിമിന്നൽ പോലെയുള്ള മുഖത്തോട് കൂടിയവനായിട്ടാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ ഈ ദൂതനെ കാണുന്നത്. എന്നാൽ ഇവിടെ വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തിൽ ഹിസ് ഫേസ് വാസ് ലൈക്ക് ദ സൺ, സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവനായിട്ട് കാണുന്നുണ്ട്. ഇത് രണ്ടും രണ്ട് ദർശനമാണെന്ന് ഓർക്കണം. നൂറ്റാണ്ടുകൾക്ക് വ്യത്യാസത്തിൽ രണ്ട് ദൈവദാസന്മാർ കാണുന്ന ദർശനങ്ങളാണ്. അവരുടേതായിട്ടുള്ള കാഴ്ചയിൽ, അവരുടേതായിട്ടുള്ള എഴുത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഈ രണ്ട് ഡിസ്ക്രിപ്ഷൻസ്. മൂന്നാമത്തേത് 12:6, അതായത് ഡാനിയേൽ പുസ്തകം 12:6 എഴുതിയിരിക്കുന്നു, ദ മാൻ വാസ് എബവ് ദി വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ഇവിടെ കാണുന്നു വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, he set his right foot on the seas and his left foot on the earth. അവന്റെ വലത്തേക്കാൽ അവൻ സമുദ്രത്തിന്റെ മേലും ഇടത്തേക്കാൽ ഭൂമി മേലും വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല കമ്പാരിസൺസ് ആണ് കാണുന്നത്. ഇത് ഒരേ സംഭവത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരേ ദൂതനെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:7 പറയുന്നു, ഹി ഹെൽഡ് അപ്പ് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ടു ഹെവൻ, സ്വർഗത്തിലേക്ക് കരമുയർത്തി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ വെളിപാട് പുസ്തകം 10:5 നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഹി ലിഫ്റ്റ് അപ്പ് ഹിസ് ഹാൻഡ് ടു ഹെവൻ, സ്വർഗത്തിലേക്ക് കരമുയർത്തി നിൽക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ 12:7 ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, സ്വോർ ബൈ ഹിം ഹു ലിവ്സ് ഫോർ എവർ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവിടെ 10-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അതേ വാക്യം തന്നെ കാണുന്നു, സ്വോർ ബൈ ഹിം ഹു ലിവ്സ് ഫോർ എവർ ആൻഡ് എവർ. അവസാനമായിട്ട് ഡാനിയേൽ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ദ വേർഡ്സ് ആർ ക്ലോസ്ഡ് അപ്പ് ആൻഡ് സീൽഡ് ടിൽ ദി എൻഡ് ഓഫ് ദി സീൽഡ് ടിൽ ദി ടൈം ഓഫ് ദി എൻഡ്, അവസാനം വരെ മുദ്രയിട്ടേക്കുക എന്ന് ഡാനിയേലിനോട് പറയുന്ന ശബ്ദം
ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:9 കേൾക്കുന്നു. അതേ ശബ്ദം തന്നെ ഇവിടെ യോഹന്നാനോട് പറയുകയാണ്, സീൽ ഓഫ് ദ തിങ്സ് വിച്ച് ദ സെവൻ തണ്ടേഴ്സ് അട്ടേർഡ്. ഇവിടെ യോഹന്നാനോട് പറയുകയാണ്, ഏഴാമത്തെ ഇടിമുഴക്കത്തോടുകൂടി പറയുകയാണ്, നീ മുദ്രയിട്ടേക്കുക, ഇത് എഴുതാതെ തന്നെ മുദ്രയിട്ടേക്കുക എന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, ദാനിയേൽ കണ്ടിരിക്കുന്ന ദൂതനും ആ വലിയ മഹാദൂതൻ നിൽക്കുന്നത് കണ്ടു. ഇവിടെ യോഹന്നാൻ കണ്ടിരിക്കുന്ന ദൂതനും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 10 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ ലോകത്തിന് സംഭവിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ ഇവന്റ്സ്, ലോകാവസാനത്തിങ്കിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ ദൂതൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സമയം ഉണ്ടാവുകയില്ല. ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത മർമ്മങ്ങൾ, ദൈവത്തിന്റെ മർമ്മം ഇപ്പോൾ വെളിപ്പെടുവാനായിട്ട് പോവുക. അപ്പൊ ഈ രണ്ട് ദൂതുകളും ഈ രണ്ട് ദൂതന്മാരും ഒന്ന് തന്നെയാണ്, ഒരേ ദർശനമാണെന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗാഡ്. അപ്പൊ താഴേക്ക് വായിച്ചു വരുന്നു. 8-ാമത്തെ വാക്യം വായിക്കുന്നു. 10:8. റെവലേഷൻ 10:8 പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇടിമുഴക്കത്തിന്റെ മധ്യത്തിൽ കേട്ട ശബ്ദം, എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് പറഞ്ഞ് കേട്ട ശബ്ദം വീണ്ടും യോഹന്നാനോട് സംസാരിക്കുകയാണ്, നീ ആ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന കൊച്ചു പുസ്തകം വാങ്ങി തിന്നുക എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ അടുക്കൽ 9-ാമത്തെ വാക്യം, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൂതന്റെ അടുക്കലേക്ക് ചെന്നിട്ട് യോഹന്നാൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആജ്ഞപ്രകാരം യോഹന്നാൻ ചെന്നിട്ട് ആ ദൂതനോട് പറഞ്ഞു, ആ പുസ്തകം ഇങ്ങി തരാൻ പറഞ്ഞു. അപ്പോൾ ദൂതൻ അവനോട് പറയുകയാണ്, നീ ഈ പുസ്തകം വാങ്ങി തിന്നണം. ഇത് നീ തിന്നുമ്പോൾ it would taste as sweet honey in your mouth, but it will be like bitter in your stomach. അവിടെ എഴുതിയിരിക്കുന്നു, ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു, അതെന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. അത് തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വായ കഴിച്ചുപോയി. ഇപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഇത് സംഭവിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ദൈവത്തിന്റെ തിരുവചനമാണ്. അപ്പോൾ ഈ തിരുവചനത്തെ കുറിച്ച് നമുക്കറിയാം. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ 119-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, 119-ാം സങ്കീർത്തനത്തിന്റെ 103-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. അപ്പോൾ ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അവന്റെ വായിൽ അതിന് തേൻ പോലെ അതിന് മധുരമായി തോന്നി. അത് തിന്നപ്പോൾ തേൻ പോലെ മധുരമായി തോന്നി. പക്ഷെ അവന്റെ വയറ് കഴിച്ചു പോയി എന്ന് പറഞ്ഞാൽ, ബിറ്ററായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ ഭക്ഷിച്ച ദൈവത്തിന്റെ വചനം ലോകത്തിന് വേണ്ടിയുള്ള ന്യായവിധിയാണല്ലോ എന്നറിഞ്ഞ് അവന്റെ സ്റ്റൊമക്കിൽ അത് ബിറ്ററായി തീർന്നുവെന്നാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ സഹോദരങ്ങളെ? ദൈവത്തിന്റെ തിരുവചനമായതുകൊണ്ട്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമായതുകൊണ്ട്, ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ നാവിനത് മധുരമായി തോന്നി, അതിന് നാവിന് മധുരമായി തീർന്നു. പക്ഷേ തന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അത് കഴിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കഠിനമായ ന്യായവിധിയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടാണ് തന്റെ വായില് അത് തന്റെ വയറ്റിൽ അത് കയ്പായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോയിട്ട് 2-3 വാക്യങ്ങളൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം മുന്നോട്ട് പോകുന്ന വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. Can we go back to book of Daniel? ഡാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കുറച്ച് വാക്യങ്ങൾ ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 9-ാം അധ്യായത്തില്, ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ 27-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 9 വേഴ്സ് 27. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് ഞാൻ അടുത്ത വാക്യങ്ങളിലേക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് 27-ാമത്തെ വാക്യത്തിൽ വായിച്ചിരിക്കുന്നു, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോടുകൂടെ ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഈ എഴുതിയിരിക്കുന്നത് 70-ാമത്തെ ആഴ്ചവട്ടത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ഡാനിയേൽ കാണുന്ന 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന
ട്രിബുലേഷൻ പീരീഡാണ്. 7 വർഷത്തെ ട്രിബുലേഷൻ പീരീഡാണ്. നമ്മൾ ഈ ഈ ഈ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഓരോ ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷത്തെക്കുറിച്ചാണ്, 7 ഇയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 70th അല്ലെങ്കിൽ 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ഡാനിയേൽ കാണുന്ന ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തെ 7 വർഷം. അപ്പോൾ ഡാനിയേൽ കാണുന്ന ഏറ്റവും അവസാനത്തെ 7 വർഷം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ വെളിപാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാമത്തെ അധ്യായത്തിൽ വരെ കാണുന്ന മഹോപദ്രവ കാലഘട്ടമാകുന്ന 7 വർഷമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് ഈ 7 വർഷത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. അപ്പോൾ ഈ ആദ്യത്തെ 3.5 വർഷം കുഴപ്പമുണ്ടാകത്തില്ല. എന്നാൽ അതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് 7 years, ഈ 7 വർഷത്തിന്റെ ഈ മഹോപദ്രവ കാലഘട്ടത്തിന്റെ സെക്കൻഡ് ഹാഫ്, പകുതിക്കപ്പുറം എന്ന് പറയുന്നത് അവസാനത്തെ 3.5 വർഷക്കാലം. ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 3.5 വർഷക്കാലം തുടങ്ങുമ്പോൾ അവൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഹനനയാഗവും ഭോജനയാഗവും ദൈവത്തിന്റെ ആലയത്തിൽ നിർത്തലാക്കും. ഈ 11-ാം അധ്യായം നമ്മൾ പഠിക്കാൻ വരുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആലയത്തെ അളക്കുവാൻ തക്കവണ്ണം ഒരു കൽപ്പന സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് യെരുശലേമിൽ ഈ ആലയമില്ല. യെരുശലേമിലെ ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടു. AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്കറിയാം. AD 70 മുതൽ ഇതുവരെയും ഒരു ആലയം യെരുശലേമിൽ ഇല്ലിപ്പോൾ. അവർ അടുത്ത ആലയത്തിന്റെ പണി ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാരണം യഹൂദന്മാരിൽ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ ആലയത്തിനകത്ത് വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സമയം ഈ ആലയത്തിന്റെ പണി ആരംഭിക്കും. പെട്ടെന്ന് ആലയത്തിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. അങ്ങനെ ആ പണി തീരാൻ പോവുകയാണ്. അപ്പോൾ ഒരു വിഭാഗം വളരെ ഉത്സുകതയോടുകൂടി, വളരെ സീരിയസ് ആയിട്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ പണി തുടങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനുള്ള ചട്ടക്കൂട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും AD 70 ശേഷം ഇതുവരെയും യെരുശലേമിൽ ദേവാലയം പുതുക്കി പണിയപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആലയമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കുന്നത് എങ്ങനെയാണ്? അത് ഇപ്പൊ ആരംഭിച്ചിട്ടില്ലല്ലോ എന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരല്പം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 70ാമത്തെ ആഴ്ചവട്ടത്തിൽ മഹോപദ്രവ കാലം തുടങ്ങുന്ന സമയമാകുമ്പോൾ ഈ ഭൂമിയിൽ ഒരുവൻ എഴുന്നേൽക്കും, ഒരു ഭരണാധികാരി എഴുന്നേൽക്കും. ആന്റി ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ആത്മാവോടുകൂടി ഒരുവൻ എഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അതൊരുപക്ഷെ ഒരു രാജ്യമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, വീടോണോ. പക്ഷേ അവൻ തുടക്കത്തിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? യഹൂദന്മാരെ, ഇസ്രയേലിനെ തന്റെ പക്ഷത്തിലാക്കുന്നതിന് വേണ്ടി ഇസ്രയേലിനോടൊരു സമാധാന നിയമം ചെയ്യും. ഇസ്രയേലിനോട് ഒരു സമാധാന നിയമം ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചിടത്തോളം അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, അനേക തിയോളജിയൻസിന്റെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, അവന്റെ സപ്പോർട്ടോടുകൂടി, അതൊരുപക്ഷെ ഒരു രാജ്യമായിരിക്കാം, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വരുന്ന ഒരു ഭരണാധികാരിയായിരിക്കാം, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇസ്രയേലിൽ ഈ ആലയം പുതുക്കി പണിയും. ഈ ആലയം പുതുക്കി പണിയുക മാത്രമല്ല, ഈ സാക്രിഫിഷ്യൽ സിസ്റ്റം, ഈ മോശയുടെ ന്യായപ്രമാണമുള്ള സാക്രിഫിഷ്യൽ സിസ്റ്റം, യാഗങ്ങൾ മടങ്ങി ആലയത്തിലേക്ക് വരും. ആരുടെ സമ്മതത്തോടു കൂടി? ഈ പുതുതായി വരുന്ന ഈ ഭരണാധികാരിയുടെ അധികാരത്തോടു കൂടി, അല്ലെങ്കിൽ ഈ എമർജ്ഡ് ആകുന്ന ഈ ന്യൂ പവറിന്റെ അധികാരത്തോടു കൂടി ഇസ്രയേലിൽ അത് സ്ഥാപിതമാകും. ഈ ആലയം പുതുക്കി പണിയപ്പെടും. ഈ ആലയത്തിന്റെ ഉള്ളിൽ സാക്രിഫിഷ്യൽ സിസ്റ്റം റിസ്റ്റോർ ചെയ്യും, മടക്കി വരുത്തും. എന്നാൽ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഇസ്രയേലിന്റെ കൂടെ നിന്നിരിക്കുന്നവൻ ഇസ്രയേലിനെതിരെ തിരിയും. ഇവിടെ വായിച്ചു നോക്കി, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കുകയും മ്ലേച്ഛതകളുടെ ചെറുതിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിപ്പിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവരുടെ മേൽ കോപം ചൊരിയും. ഇത് തന്നെ പിന്നെ നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിച്ചു കഴിയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ.
അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്തടത്ത് നിൽക്കുന്നത് കാണും. എന്ന് പറഞ്ഞാൽ ഇവൻ ഈ ആലയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് താൻ തന്നെ ദൈവമെന്ന് പറഞ്ഞ് ഇസ്രയേലിനെതിരെ തിരിയുന്ന ഒരു സമയം വരും. അപ്പോൾ ഇസ്രയേലിലെ ഈ യാഗങ്ങൾ, യാഗാനുഷ്ഠങ്ങളൊക്കെ അവൻ നിർത്തലാക്കുക മാത്രമല്ല, മ്ലേച്ഛതയോടുകൂടി അവൻ അതിനകത്തിലേക്ക് കടന്നിട്ട് ഇസ്രയേലിനെതിരെ തിരിയുന്ന ഒരു കാലഘട്ടം വരും. അതാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ പകുതിയായ മഹോപദ്രവകാലത്തിന്റെ അവസാനത്തെ 3.5 വർഷം. അപ്പോൾ ഇസ്രയേൽ വളരെയധികം പീഡിപ്പിക്കപ്പെടും ആ സമയത്ത്. അതാണ് നമ്മൾ ഈ 11-ാം അധ്യായത്തിലേക്ക് ഇപ്പൊ പഠിക്കാനായിട്ട് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ വേറെ 1-2 വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായത്തിലേക്ക്, ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം നോക്കി. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. അവിടെ പറയുന്നു, ഇത് വീണ്ടും മനസ്സിലാക്കിയ സഹോദരങ്ങളെ, അതിനു മുമ്പായിട്ട് വേറൊരു വാക്യം കൂടെ എഴുതിയിട്ടുണ്ട്. 12:1 എഴുതിയിരിക്കുന്നു, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം ഈ പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്ക് ശോഭിക്കും. നീയോ ഡാനിയേലേ, അന്ത്യകാലം വരെ ഈ പ്രവചനം അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ ആജ്ഞ പുറപ്പെട്ടതിന് ശേഷം, അതായത് സ്വന്തം ജനമാകുന്ന ഇസ്രയേലിന് വരാൻ പോകുന്ന, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത, ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹോപദ്രവമായ മഹാകഷ്ടകാലത്തെ കുറിച്ച് ഡാനിയേലിന് അരുളപ്പാട് കൊടുത്തതിന് ശേഷം താഴേക്ക് വായിച്ചു വരുമ്പോഴാണ് ഞാൻ ആദ്യം വായിച്ച വാക്യം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഡാനിയേലേ നീ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടേക്കുക. 11-ാമത്തെ വാക്യം പറയുന്നു, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 3.5 വർഷം തുടങ്ങുകയാണ്. ആ എഴുതിയിരിക്കുന്ന ദിവസങ്ങൾ നോക്കി 1190 ദിവസത്തോളം ചെല്ലും. അപ്പോൾ ഏതാണ്ട് രണ്ടാമത്തെ പകുതിക്ക് ശേഷമുള്ള സമയമാണത് പറയുന്നത്. ഈ മഹോപദ്രവകാലത്തിന്റെ മധ്യസമയത്ത്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി tribulation period, this is going to happen in that temple. ഈ പറയുന്ന മ്ലേച്ഛനായിരിക്കുന്ന, ഈ എഴുന്നേറ്റ് വന്ന, ആദ്യം സമാധാന ഉടമ്പടി ചെയ്തവൻ, ആന്റി ക്രൈസ്റ്റിന്റെ, അതായത് അന്ത്യക്രിസ്തുവിന്റെ ആത്മാവോട് കൂടിയുള്ളവൻ ഇസ്രയേലിനെതിരെ തിരിഞ്ഞ് ഒരു വലിയ കഷ്ടം അവിടെ ആരംഭിക്കും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിപ്പാട് പുസ്തകം 10:10 നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു, അതെന്റെ വായിൽ തേൻ പോലെ മധുരമായി തീർന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വായ കയച്ചു പോയി. നമ്മൾ ആദ്യം കേട്ടു, സങ്കീർത്തനത്തിൽ എഴുതിയതുപോലെ 119-ാം സങ്കീർത്തനം 103-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ വചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അതെന്റെ വായിക്ക് തേൻ പോലെ എത്രയെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ദൈവത്തിന്റെ വചനം, ഈ പറഞ്ഞിരിക്കുന്നത് ചെറുപുസ്തകത്തിലെ വചനം ദൈവത്തിൻ്റെതായതുകൊണ്ട് അത് അവന്റെ നാവിനെ സന്തോഷിപ്പിച്ചു. ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ എന്ന്. പക്ഷേ വയറ്റിനെ കയ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ വചനം ന്യായവിധിക്ക് വേണ്ടിയുള്ള വചനമാണല്ലോ, മഹാക്രോധത്തിന്റെ വചനമാണല്ലോ എന്ന് പറഞ്ഞ് അവന്റെ വായെ കയ്പിച്ചതായിട്ടാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ 11-ാമത്തെ വാക്യം, അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. He keeps prophesying about the things which are yet to come. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, രാജാക്കന്മാരെ കുറിച്ചും ജാതികളെ കുറിച്ചൊക്കെയും യോഹന്നാൻ പ്രവചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. പിന്നെ ദണ്ടുപോലെയുള്ള 11:1, പിന്നെ ദണ്ടുപോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 months equals 3.5 years. ഈ 3.5 വർഷം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. യെരുശലേം വലിയ പീഡനത്തിലേക്ക് പോകും. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെടും. അതികഠിനമായി പീഡിപ്പിക്കപ്പെടുന്ന സമയത്താണ് അവർ തങ്ങളുടെ രക്ഷകനിലേക്ക് നോക്കി നിലവിളിക്കുന്നത്.
മിശിഹ ഇതുവരെയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുന്നത് അവിടെയാണ്. ആദ്യത്തെ 3.5 വർഷക്കാലം സമാധാന ഉടമ്പടിയോടെ തന്നെയാണ് പോകുന്നത്. ദൈവത്തിന്റെ സഭ ഇവിടെയില്ല. ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൈമർലി ടോക്കിംഗ് അബൌട്ട് ഇസ്രായേൽ. അവസാനത്തെ 3.5 വർഷത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ ഈ 11-ാം അധ്യായത്തിൽ പറയുവാനായിട്ട് ചിന്തിക്കുന്നത് ഇതാണ്. 1-ാമത്തെ വാക്യത്തിൽ ചിന്തിക്കുന്നത് AD 70 ഇല്ലാതായ ദൈവത്തിന്റെ ആലയം ഇവിടെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടതായിട്ട്. അപ്പോൾ ഞാനിത് റിസർച്ച് ചെയ്തപ്പോൾ അനേക ദൈവദാസന്മാർ തിയോളജിയൻസിന്റെ അഭിപ്രായ പ്രകാരം അവർ പറയുന്നത് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്ന സമയത്തോടു കൂടി, മഹോപദ്രവം ആരംഭിക്കുന്ന സമയത്തോടു കൂടി യെരുശലേം ദേവാലയം പുതുക്കി പണിയപ്പെടുമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ശലോമോൻ പണിതതിന്റെ കൂട്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി. ചില മാസങ്ങൾ കൊണ്ട് തന്നെ പണി തീരും. കാരണം എല്ലാം അവർ അടുപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവര് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് അവരുടെ ആലയത്തിന്റെ പണിക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആലയത്തിൽ വെക്കേണ്ടതായിട്ടുള്ളത് ന്യായപ്രമാണ പ്രകാരം ആലയത്തിൽ വെക്കേണ്ട മുഴുവനും കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേതാണ്ട് തീരാറായി. അവർക്ക് ഇനി ഫിസിക്കൽ ബിൽഡിംഗ് കൂടെ പണിതാൽ മതി. Once that physical building, physical premise is over, everything which are to be inside of that, everything has been almost finished. അപ്പോൾ പെട്ടെന്ന് തന്നെ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ആലയത്തിന്റെ പണി കഴിയും എന്ന് നമുക്ക് അനുമാനിക്കാം, എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇവിടെ പെട്ടെന്ന് ഇവിടെ മനസ്സിലാക്കുകയാണ് 11-ാം അധ്യായത്തിൽ പറയുന്നു ഈ ആലയത്തെ അളക്കുവാൻ തക്കവണ്ണം ഒരു കൽപ്പന ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു. ആലയത്തിൽ ആരാധിക്കുന്നവരൊക്കെ അളക്കുവാൻ തക്കവണ്ണം ഈ മെഷർമെന്റ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് വി ഡോണ്ട് നോ. നമുക്ക് അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഡ്യൂട്രോണമി 29:29 പറഞ്ഞതുപോലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാണ്. വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയുള്ളൂ. അത് ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങൾ അനുസരിക്കാൻ വേണ്ടിയുള്ളതാ. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ അവസാനത്തെ 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇതിനോടുകൂടെ നമുക്കൊന്നും ചേർക്കാൻ പറ്റില്ല, ഇതിൽ നിന്നൊന്നും മാറ്റാനും പറ്റത്തില്ല. അപ്പൊ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമേ നമുക്ക് സംസാരിക്കുവാനും സത്യമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാനും പറ്റൂ. ഇവിടെ ഈ അളവുകോൽ എന്താണെന്നോ, ഈ അളവുകോൽ എന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്നോ, ഈ അളക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരു ന്യായവിധി അവരുടെ മേലേക്ക് വരികയാണ്. കാരണം അടുത്ത 2 സാക്ഷികളെ കുറിച്ച് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 2 വിറ്റ്നസസിനെ കുറിച്ച് നമ്മൾ അവിടേക്ക് വരുന്നുണ്ട് ഒരു മിനിറ്റില്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ അടുത്ത നാളുകളിൽ ദൈവത്തിന്റെ സഭ ഉൾപ്രാപണം ചെയ്യുന്നതോട് ചേർന്ന് ചിലപ്പോൾ ജസ്റ്റ് ബിഫോർ ദാറ്റ് ഓർ ഇമ്മീഡിയറ്റ്ലി വിത്ത് ദാറ്റ് യെരുശലേമിലെ ദേവാലയം പുതുക്കി പണിയപ്പെടും. അത് ഈ ലോകത്തിൽ ചില രാജ്യങ്ങളുടെ സപ്പോർട്ടോടു കൂടിയായിരിക്കും. മുമ്പേ പറഞ്ഞതുപോലെ ഈ ലോകത്തെ ഒന്നിച്ച് നിർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ഭരണാധികാരി എഴുന്നേൽക്കാൻ പോവുകയാണ്. പക്ഷെ അവനിൽ വ്യാപരിക്കുന്ന ഈ ആത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. പക്ഷെ ആദ്യം അവൻ സമാധാനത്തോടെയാണ് പണി ആരംഭിക്കുന്നത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ. അപ്പോൾ അതൊരു വ്യക്തി ആയിരിക്കുമോ, ഒരു രാജ്യമായിരിക്കുമോ അതിനെ മുൻപന്തിയിലേക്ക് എത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദി ആന്റി ക്രൈസ്റ്റ്. ഒരു പക്ഷേ സ്പിരിറ്റ് ഓഫ് ദി ആന്റി ക്രൈസ്റ്റ് ഒരു വ്യക്തിയിലേക്കായിരിക്കും കടക്കുക, അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്കായിരിക്കും കടക്കുന്നത്. വി ഡോണ്ട് നോ ദാറ്റ്. ഇറ്റ് ഹാസ് നോട്ട് ബീൻ റിവീൽഡ് ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. ഒരു വ്യക്തിയാണോ പല വ്യക്തികളാണോ. പക്ഷേ അവൻ സ്വയം ദൈവമായി തീരുവാനായിട്ട് പോകും. ദൈവത്തിന്റെ മഹത്വം മുഴുവനും താൻ ഏറ്റെടുക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്തടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. അത് തന്നെയാണ് മുമ്പേ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ കുറിച്ച്. സ്തോത്രം. അപ്പൊ ഇവിടെ കാണുന്നു, ഈ രണ്ടാമത് ഇപ്പോൾ പുതുക്കി പണിയപ്പെടുവാൻ പോകുന്ന ആലയത്തിൽ ജാതികൾ ചവിട്ടും. അത് 1260 അവിടെ എഴുതിയിരിക്കുന്നു, 42 മാസം ചവിട്ടുമെന്ന, 3.5 വർഷക്കാലം ചവിട്ടുമെന്ന്. അത് മഹോപദ്രവത്തിന്റെ കാലഘട്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ആ മഹോപദ്രവ കാലഘട്ടത്തിൽ ചിലർ യേശുവിങ്കിലേക്ക് തിരിയും. നമുക്കറിയാം മഹോപദ്രവ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരെ കുറിച്ച് കഴിഞ്ഞൊരു നാളിൽ നമ്മൾ കേട്ടു. അതിന്റെ മധ്യത്തിൽ അവർക്ക് മനസ്സിലാകും, ഇത് ദൈവവചനത്തിൽ എഴുതിയ പ്രകാരമാണല്ലോ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവർ സത്യത്തിലേക്ക് മടങ്ങി വരും. ചിലർ സ്റ്റിൽ മടങ്ങി വരാതെ തങ്ങളുടെ മിശിഹായെ ഓർത്ത് നിലവിളിക്കും. അതിന്റെ അവസാനത്തിലാണ് കർത്താവ് മടങ്ങി വരുന്നത്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ആ 3.5 വർഷക്കാലം, സെക്കൻഡ് 3.5 yearsന്റെ എൻഡില് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് ആയിരിക്കും. ന്യായവിധിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വരവ്, കർത്താവിന്റെ വരവ്.
ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 3-ാമത്തെ വാക്യം, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അതായത് ഈ മഹോപദ്രവ കാലഘട്ടമാകുമ്പോൾ ഇസ്രയേലിനെ പൂർണ്ണമായി ദൈവം കൈവിടുകയല്ല ചെയ്യുന്നത്. ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതുമായി 2 സാക്ഷികൾ എഴുന്നേൽക്കും. എഗെയിൻ ഇവിടെ ഒരു സ്പെക്കുലേഷൻ വരുന്നു, ഈ 2 സാക്ഷികൾ ആരാണ്? 2 സാക്ഷികൾ ആരാണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടില്ല. ചിലർ അതിനെ സിംബോളിക്കായിട്ട് കാണുന്നുണ്ട്, ചിലർ ലിറ്ററലായിട്ട് കാണുന്നുണ്ട്. ലിറ്ററലായിട്ട് കാണുന്നവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിന് രണ്ട് സ്പെക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ 2 ഊഹാപോഹങ്ങളാണ് പറയുന്നത്. ഈ 2 സാക്ഷികൾ എന്ന് പറയുന്നത്, ഒന്ന് മോശയും ഏലിയാവുമാണ്. വേറൊരു കൂട്ടർ പറയുന്നു ഇത് ഈനോക്കും ഹാനോക്കും ഏലിയാവുമാണെന്ന് പറയുന്നു. മൂന്നാമതൊരു കൂട്ടർ പറയുന്നു അൺനോൺ ബിലീവേഴ്സ് ആണ്, ആർക്കും അറിയപ്പെടാത്ത 2 വിശ്വാസികളെയാണ് ദൈവകൃപയും ദൈവശക്തിയും കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. പക്ഷെ ഒന്നറിയാം, ഇത് ലിറ്ററലായിട്ടുള്ള 2 മനുഷ്യരാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഇത് മോശയും ഏലിയാവുമാണെന്ന് ആളുകൾ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ 2 സാക്ഷികളെ കുറിച്ച് താഴേക്ക് വായിക്കുമ്പോൾ മോശയും ഏലിയാവും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊന്ന് വായിച്ചു നോക്കി അതെങ്ങനെ എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും, അവർ രട്ടെടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാത്തവണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് തങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് അധികാരമുണ്ട്. നമുക്കറിയാം, ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയാവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏലിയാവിനെ പോലെ ശക്തി, ഏലിയാവ് ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ 2 സാക്ഷികളിൽ അവർക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് ഏലിയാവാണെന്ന് വാദിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ, നമുക്കറിയാം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു പവർ ഏലിയാവിൽ വ്യാപരിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് പറയുന്നവർ പറയുന്നത് അത് ഏലിയാവായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തെ രക്തമാക്കുവാൻ തക്കവണ്ണം മോശ നമുക്കറിയാം, മിസ്രൈമിലെ ബാധകളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വെള്ളത്തെ രക്തമാക്കുന്നതായിട്ട് കാണുന്നുണ്ട് മോശയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാൽ. അതുപോലെ തന്നെ സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും മിസ്രൈമിനെ, ഈജിപ്തിനെ ബാധകൾ കൊണ്ട് ദണ്ഡിപ്പിക്കുവാൻ തക്കവണ്ണം മോശയുടെ കാലത്ത് ദൈവം മോശയെ ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ആളുകൾ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മോശയും ഏലിയാവുമാണെന്നാണ്. എന്നാൽ 2-ാമത്തെ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നു ഇത് ഈനോക്കും ഏലിയാവുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരിത് പറയാനുള്ള കാരണം, ഹാനോക്കും ഏലിയാവും എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലേക്ക് നോക്കിയാൽ ഒരിക്കലും മരിക്കാത്ത 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഹാനോക്കും ഏലിയാവും മാത്രം. ദേ നെവർ ഡൈഡ് ഇൻ ദിയർ ഫിസിക്കൽ ലൈഫ്. അവർ ജീവനോടെ തന്നെ ജീവനോടെ തന്നെ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടവരാണ് ഹാനോക്കും ഏലിയാവും എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് വായിക്കാം. ഏലിയാവിനെ കുറിച്ച് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കാം. അവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. പക്ഷേ ദൈവത്തിന്റെ നിയമം എന്താണെന്ന് അറിയാമോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നിയമം, എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം പറയുന്നു, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ വൺസ് ടു ഡൈ ആൻഡ് ആഫ്റ്റർ ദിസ് ദി ജഡ്ജ്മെന്റ്. ദിസ് ഇസ് ദ ലോ ഓഫ് ഗോഡ് കൺസേണിംഗ് ദ ലൈഫ് ഓഫ് എ മാൻ. ദൈവം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെ മേലുള്ള ദൈവത്തിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കൽ മരിച്ചേ പറ്റൂ. അവർ ഒരിക്കൽ മരിച്ചതിന് ശേഷം ന്യായവിധിക്ക് മുമ്പാകെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഹാനോക്കും ഏലിയാവും മരിച്ചിട്ടില്ല. അപ്പോൾ അവർ മരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാനോക്കിനും ഏലിയാവിനും ദൈവം പുതിയ ദൗത്യം കൊടുത്ത് അവർ ഈ ഭൂമിയിലേക്ക് വരിക. എന്തിന്? അവർ മരിക്കണം. സാധാരണയുള്ള മനുഷ്യരെ പോലെ തന്നെ അവരും മരിക്കണം.
they will die and they will be resurrected again. അങ്ങനെയാണ് അവർ വാദിക്കുന്നത്. അങ്ങനെയാണ് ഈ ഭാഗം പറയുന്നവർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഹാനോക്കും ഏലിയാവുമായിരിക്കാം. ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് ഞാൻ ആണെന്നല്ല പറയുന്നത്, ആയിരിക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 9:27 പറയുന്നു, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ വൺസ് ടു ഡൈ ആൻഡ് ടു ഫേസ് എ ജഡ്ജ്മെന്റ് ദെയർ ആഫ്റ്റർ. മനുഷ്യരായി ജനിച്ചവരാണ് ഹാനോക്കും, മനുഷ്യനായി ജനിച്ചവനാണ് ഏലിയാവും. അപ്പൊ ഹാനോക്കും ഏലിയാവും മരിക്കാതിരുന്നത് കൊണ്ട് അവർ മാത്രമേ ഉള്ളൂ ലോകത്ത് മരിക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും മരിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും തന്റെ ശരീരത്തിൽ മരിക്കേണ്ടതായിട്ട് വന്നു ക്രൂശിന്മേൽ. ഇവർ രണ്ടുപേരും ഇതുവരെയും മരിച്ചിട്ടില്ല. അപ്പോൾ ഈ നിയമം സ്ഥാപിതമാകുവാൻ തക്കവണ്ണം അവർ മരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഈ രണ്ട് ദൂതുമായി അവർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഏലിയാവിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണ് തീ ഇറക്കിയതും മേഘം ആകാശം മഴയ്ക്കായിട്ട് അടച്ചതും ഒക്കെ ചെയ്ത. അതുപോലെ പവർ കൊടുത്ത് ഈ അന്ത്യകാലത്തിൽ ഈ രണ്ട് സാക്ഷികളെ കൊണ്ട് നിർത്തും. അത് മാത്രമല്ല, ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യൂദയുടെ പുസ്തകം ഒരധ്യായമേ ഉള്ളൂ. യൂദയുടെ പുസ്തകം 14-15 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഹാനോക്ക് ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള ആളാണ് ഹാനോക്ക്. അതുപോലെ തന്നെ ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17:1 ഏലിയാവും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാനോക്കും ഏലിയാവും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളവരുമാണ്. അവർ തന്നെ അവസാനമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ 3.5 വർഷക്കാലം ഇസ്രയേലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനോട് ദൈവത്തിന്റെ ന്യായവിധിയെ വീണ്ടും പ്രവചിക്കുക. അതിനൊത്തിരി സാധ്യതയുണ്ട്. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതായിരിക്കാം സംഭവ്യമാകുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു സ്പെസിഫിക് ആയിട്ട് ഈ രണ്ട് സാക്ഷികൾ ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ അവർ രണ്ടുപേരും അവിടെ എഴുതിയിരിക്കുന്നു, ദേ ആർ ക്ലോത്ത്ഡ് ഇൻ ദ സാക്ക്ക്ലോത്ത്. അവിടെ എഴുതിയിരിക്കുന്നു, നോക്കി അവിടെ, അന്ന് ഞാൻ അവർ രട്ടെടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 1260 ദിവസം എന്ന് പറയുമ്പോൾ 3.5 വർഷക്കാലം പ്രവചിക്കും എന്ന് പറയുന്നു. അപ്പോൾ അവർ രട്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ രണ്ട് സാക്ഷികൾ മനുഷ്യരാണെന്നുള്ളത്, ദേ ആർ ഹ്യൂമൻ ബീയിങ്സ്. അത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ രണ്ട് സാക്ഷികൾ വരും. അത് മാത്രമല്ല സഹോദരങ്ങളെ, വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, മലാഖി പ്രവചനം 4:5 ഒരു വചനം എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഈ വലിയ അന്ത്യ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് നയിക്കുമെന്ന് പറയുന്നുണ്ട്. ഏലിയാവിനെ സ്വർഗത്തിൽ നിന്ന് നയിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ന്യായവിധിക്ക് മുമ്പായി ഏലിയാവിന്റെ ആത്മാവ് കടന്നു വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇസ്രയേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രയേൽ ദൈവസന്നിധിയിലുള്ള അവരുടെ പ്രമാണങ്ങളിലേക്ക് നോക്കുമ്പോൾ, അവരുടെ ആചാരങ്ങളിലേക്ക് നോക്കുമ്പോൾ, അവര് യാഗം അർപ്പിക്കുന്നതിന് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അവർ പ്രധാനപ്പെട്ട അവരുടെ ഫീസ്റ്റുകൾക്കൊക്കെ നടുവില് ഒരു ചെയർ, ഒരു കസേര, ഒരു ഇരിപ്പിടം ഒഴിച്ചിട്ടേക്കുന്നതായിട്ട് ഒഴിച്ചിടുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഏലിയാവ് ഏത് നിമിഷവും ഈ ഭൂമിയിലേക്ക് വന്നേക്കാം. കാരണം കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് ഏലിയാവ് വരുമെന്ന് നമുക്കറിയാം. ഈ ഏലിയാവ് തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവ് വന്നതായിട്ട് കർത്താവ് പറഞ്ഞല്ലോ, ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്ന ഭാഗം പറയുന്നുണ്ട് വചനത്തില്. അപ്പോൾ കർത്താവിന്റെ വരവിന് മുമ്പ് ഏലിയാവ് വരുന്നു എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല, അതുകൊണ്ട് ഏലിയാവും വന്നിട്ടില്ല, ഏലിയാവ് ഏത് നിമിഷവും വന്നേക്കാം മെസ്സിഹായുടെ വരവിന് മുമ്പെന്ന്. അപ്പോൾ അവരെപ്പോഴും ഒരു ഇരിപ്പിടം നീക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് പഠിക്കുന്ന പഠനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഏലിയാവ് മടങ്ങി വരുവാനുള്ള സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ശ്രദ്ധിച്ച്, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പോൾ ഈ രണ്ടുപേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ആരോട്? ഇസ്രയേലിനോടും സകല ലോകത്തിലുള്ളവരോടും പ്രവചിക്കുക. ദൈവത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുക, ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. വീണ്ടും ഒരു പ്രവചനം നടക്കുക. അതുകൊണ്ട് ലോകത്തിനും മുഴുവനും അവർ എതിരായിത്തീരും, ഇസ്രയേലിനും എതിരായിത്തീരും. ഇസ്രായേൽ എപ്പോഴും അവരുടെ പ്രവാചകന്മാരോട് എതിർത്ത് നിന്നവരാണ്. അപ്പോൾ ഇവരെ സകല ലോകത്തിലും ശത്രുവായി തീരുമെന്നുള്ളത് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്.
അവർ തങ്ങളുടെ സാക്ഷ്യം തികഞ്ഞ ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ഏതാണ് ഈ ആഴം? ആഴം എന്ന് പറയുന്നത് ബോട്ടംലെസ് പിറ്റ്. നമുക്കറിയാൻ പറ്റും. നമ്മൾ ആദ്യമേ മുമ്പോട്ട് 9-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതിനകത്ത് 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. ബോട്ടംലെസ് പിറ്റ് ഓപ്പൺ ചെയ്തതായിട്ട് അവിടെ കാണുന്നുണ്ട്. ബോട്ടംലെസ് പിറ്റ് ഓപ്പൺ ചെയ്തതായിട്ട്. അപ്പോൾ ഈ ബോട്ടംലെസ് പിറ്റിൽ നിന്ന് ഒരു ഒരു മൃഗം കയറി വരുന്നതായിട്ട് പറയുന്നുണ്ട്. ആ മൃഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിറ്ററൽ ആനിമൽ. ബീസ്റ്റ് ആകണമെന്നില്ല. ഒരു മൃഗം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് an evil spirit. Evil spirit, again Satan, satanic spirit. അത് കയറി വന്നിട്ട് ഇവരോട് പടവെട്ട് വന്ന ഒരു പക്ഷേ അതേതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരിയിലേക്ക് കടക്കുമായിരിക്കാം. എന്നിട്ട് ഇവർക്കെതിരെ തിരിയുമായിരിക്കും. അല്ലെ ഇസ്രയേലിൽ തന്നെ ഉള്ളവരെ കൊല്ലുമായിരിക്കും. ഐ ഡോണ്ട് നോ. സിംപ്ലി ഐ ഡോണ്ട് നോ. ഹൗ ഈസ് ഹി ഗോയിങ് ടു കിൽ? ഒരിക്കലും ബോട്ടംലെസ് പിറ്റിൽ നിന്ന് ഒരു മൃഗം അല്ലെങ്കിൽ ഒരു കാളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗം എഴുന്നേറ്റ് വന്നിട്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇവരെ കുത്തിക്കൊല്ലുക എന്നുള്ളതല്ല അതിന്റെ മീനിങ്. ഇറ്റ് ഹാസ് എ ഡിഫറെന്റ് മീനിങ്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ആൻ ഈവിൾ സ്പിരിറ്റ്. It is talking about satanic spirit coming out of the bottomless pit and influencing a nation or influencing few people or maybe influencing a person. And he would or they would kill these two witnesses of God. എന്നിട്ട് അടുത്ത വാക്യം ഒന്ന് നോക്കിയേ. എവിടെ വെച്ച് അവർ കൊല്ലപ്പെടുന്നത് നോക്കിയേ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കടക്കും. Where are they going to be killed? They are going to be killed right in the middle of Jerusalem. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട നഗരം എന്ന് പറയുന്നത് യെരുശലേമാണ്. സോദോം എന്ന് ആത്മീകമായി പറയുന്നു. സോദോം ശ്രദ്ധിച്ചു നോക്കി. സോദോം എന്നും മിസ്രൈം എന്നും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കടക്കും. സോദോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ഇമ്മോറാലിറ്റി, സെക്ഷൽ ഇംപ്യൂരിറ്റി. നമുക്കറിയാം സോദോമിൽ നടന്നിരുന്ന പാപം എന്താണെന്ന്. മിസ്രൈമിനെ കുറിച്ച് പറയുന്ന അടിമത്വം, സ്ലേവറി, അല്ലെങ്കിൽ ബാബിലോണിയൻ സ്പിരിറ്റ്. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇസ്രായേൽ. എന്തുകൊണ്ടാണ് അതൊരു ബാബിലോണിയൻ സംസ്കാരത്തിലേക്ക് മാറിയതെന്ന് ചോദിച്ചാൽ, ഇൻ ദ വേൾഡ് ദേ സേ ദാറ്റ് ദേ സ്റ്റാൻഡ് ഫോർ യഹോവേ. യഹോവയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന രാജ്യമാണെന്ന് അവർ പറയുന്നു. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കിയാൽ അറൌണ്ട് 60% പ്ലസ് ആൾക്കാർ എത്തിസ്റ്റുകളാണ് അവിടെ. ഇപ്പോൾ 60% കൂടുതൽ ആളുകൾ ഇസ്രയേലിൽ നിരീശ്വരവാദികളാണ് ഇപ്പോൾ. അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. പക്ഷെ വെളിയിൽ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ദൈവത്തിന്റെ ജനമാണെന്ന്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ബാബിലോണിയൻ സംസ്കാരം. വഷളത്വം നിറഞ്ഞിരിക്കുന്ന ലോകമായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട നഗരമാണ് യെരുശലേം. ആ യെരുശലേം നഗരത്തിന്റെ തെരുവീതിയിൽ ഈ രണ്ടുപേരുടെ ശവം കടക്കുമെന്ന് വായിച്ചു നോക്കിയേ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും സകല ഗോത്രക്കാരും സകല ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെക്കുവാൻ തക്കവണ്ണം സമ്മതിക്കുകയില്ല. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, 3.5 ദിവസക്കാലം യെരുശലേമിന്റെ തെരുവീതിയിൽ ഇവരുടെ ശവം കിടക്കും. അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും ഇവരുടെ ശവം 3.5 ദിവസം കാണുമെന്ന്. When John was writing this, AD 1-ാം നൂറ്റാണ്ടിലേക്ക് നോക്കുമ്പോൾ അന്ന് ഈ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ളവർക്ക് യെരുശലേം തെരുവീതിയിൽ കിടക്കുന്ന ഈ 2 ശവങ്ങൾ കാണാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം ഇറ്റ് ഈസ് പോസിബിൾ. ത്രൂ സാറ്റലൈറ്റ് എല്ലാ ടെലിവിഷനിലും ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആൾക്കാർക്ക് കാണാൻ പറ്റും. കാരണം സാറ്റലൈറ്റ് ക്യാമറ അല്ലെങ്കിൽ ടെലിവിഷൻ ക്യാമറ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ്, BBC മാത്രം മതി ഈ ലോകം മുഴുവനും അത് എത്തിക്കാൻ പറ്റും. ഇന്ന് അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എത്ര ആക്യുറേറ്റ് ആണ് ദൈവത്തിന്റെ പ്രവചനം എന്ന് ചിന്തിച്ചു നോക്കി. എത്ര ഒരു 100 years ago, 100 വർഷത്തിന് മുമ്പ് ഈ ഭാഗം വായിച്ചാലും ഒരു പക്ഷേ ആളുകൾ people would have thought how would it be possible that people in India could see these 2 carcasses, ഈ ഡെഡ് ബോഡീസ് അവിടെ കിടക്കുന്നത് എങ്ങനെ കാണാൻ പറ്റുമെന്നൊരു 100 years ago people would have thought. But today we know it is possible. 3.5 ദിവസക്കാലം ഈ ശവങ്ങൾ അവിടെ കിടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണമേ. ഇസ്രയേലിന്റെ പാരമ്പര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ദിവസം മരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയെ അടക്കം ചെയ്യണമെന്ന നിയമം.
അവരടക്കം ചെയ്യാതിരിക്കുന്നത് ആരുടേതാണെന്ന് ചോദിച്ചാൽ അവരേറ്റവും കൂടുതൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന, ഒരിക്കലും ബഹുമാനിക്കാത്ത, അവർ വെറുക്കുന്ന അവരുടെ ശത്രുക്കളുടെ ശവം മാത്രമേ അവരടക്കം ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കത്തുള്ളൂ. അപ്പോൾ ഇസ്രയേലിന്റെ തെരുവീതിയിൽ 3.5 ദിവസക്കാലം അവരുടെ ഈ 2 സാക്ഷികളുടെ ശവം കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ അവരെ ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്നു. കാരണം തങ്ങൾക്കെതിരെ കോപത്തിന്റെ ദൈവന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളവരല്ലെന്നും പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കി ഞാൻ പറഞ്ഞില്ലേ 60% കൂടുതൽ നിരീശ്വരവാദികളാ. അവിടെ ഭരിക്കുന്നവർ പോലും ദൈവത്തെ നന്നായിട്ട് അറിയുന്നവരല്ല. ദേ ആർ സിമ്പിൾ പൊളിറ്റീഷ്യൻസ്. അപ്പൊ അങ്ങനെ വന്ന് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് അവർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലത്തില്ലേ? ആരെങ്കിലും കൊന്നാൽ തന്നെയും അവരവിടെ കിടക്കും, അവരെ കുടിച്ചിടത്തില്ല. അവരെ യഹൂദന്മാരായിട്ട് യഹൂദന്മാർ അംഗീകരിക്കത്തില്ല, ഇസ്രായേൽ അംഗീകരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ they will be abandoned there. ലോകം മുഴുവനും കാണുമെന്നുള്ളതാണ്. ഇതിപ്പം ഇന്നിത് വായിക്കുമ്പോൾ ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി പോസിബിൾ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 10-ാമത്തെ വാക്യം, ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരുടെ മേൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, 3.5 ദിവസം കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ആത്മാവ് വന്നിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് അവരോട് ദൈവം പറഞ്ഞു ഇവിടെ കയറി വരുവീൻ. നമുക്കറിയാം ഇതെല്ലാം ഈ ലോകം കണ്ടുകൊണ്ട് നിൽക്കുക. അതിന് മുമ്പ് എഴുതിയിരിക്കുന്നു ഇവരുടെ മരണ നിമിത്തം ലോകത്തിലുള്ളവരൊക്കെ സന്തോഷിക്കുമെന്ന്. കാരണം ലോകത്തിനെതിരെ നിന്ന് പ്രസംഗിച്ചവരാണ്. ഇതെങ്ങനെയാണ്, ഹൗ these two people will be noticed by the whole people? We don't know. Honestly, we don't know. Maybe their voice will be so prominent that all the TV channels will telecast it. I don't know. അത്ര ഇതായിരിക്കും. ലോകത്തിൽ മുഴുവനും ഇവരുടെ ഈ 1260 ദിവസം 3.5 വർഷക്കാലം അവർ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ലോകത്തിൽ മുഴുവനും ചിലപ്പം എതിർപ്പുണ്ടാകത്തക്കവണ്ണമുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കാം അവരിലൂടെ ഉണ്ടാകാൻ പോകുന്നത്, നമുക്കറിയില്ല. ബട്ട് എനിവേ വെൻ ദേ ആർ കിൽഡ്, ലോകത്തിൽ എല്ലാവർക്കും സന്തോഷമാകും. ഇവരെ കൊണ്ടുള്ള ഉപദ്രവം തീർന്നല്ലോ, ഇവരെ കൊണ്ടുള്ള നാശം തീർന്നല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ലോകത്തിൽ അവിശ്വാസികൾക്ക് സഹിക്കാൻ കഴിയാത്തതാ ദൈവത്തിൽ നിന്നുള്ള ദൂത്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ അൺകൺവേർട്ടഡ് ആയിരിക്കുന്നവരോട് ദൈവവചനം പറയുമ്പോൾ അവർ ചെവി പൊത്തും. നിങ്ങളിൽ ചിലർ പറഞ്ഞിട്ടില്ലേ, വീടുകളിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വല്ല മുസ്ലിമോ ഹിന്ദുക്കളോ ആയിരുന്നു ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ പെന്തിക്കോസുകാരായെന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിൽ നിന്നുള്ള ദൂത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന ലോകത്തിന് ചെവിക്കൊള്ളാൻ പറ്റില്ല. നീ പാപിയാണെന്ന് ഒരു വ്യക്തിയോട് ഒരാൾ പറയുന്നത് ആളിന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ നടുവിൽ ഈ ലോകത്തിന് മുഴുവൻ എതിരെ നിൽക്കുന്ന ഈ 2 സാക്ഷികൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ലോകം മുഴുവനും അവരുടെ ശബ്ദം കേൾക്കുമെന്നുള്ളതാണ്. അപ്പൊ അവരുടെ മരണത്തിൽ ലോകം മുഴുവനും സന്തോഷിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കും. ഇതിന്റെ മധ്യത്തിലാണ് ദൈവം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അവര് ഈ പറഞ്ഞിരിക്കുന്ന ഹാനോക്ക് അന്ന് പോയതുപോലെ, ഏലിയ വന്നു പോയതുപോലെ അവർ ഉയർത്തെഴുന്നേറ്റ് മരണത്തിൽ നിന്ന് മരിച്ചതിന് ശേഷം എഴുന്നേറ്റ് സ്വർഗത്തേക്ക് പൊങ്ങിപ്പോകും. അതൊക്കെ ക്യാമറയ്ക്കത്തൂടെ കാണാൻ പറ്റും. ലോകം മുഴുവനും കാണും ഇവർ പൊങ്ങുന്നത്. അടുത്ത വാക്യം നോക്കിയേ. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം, അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഇത് ഞാൻ പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് കാൽ ഊന്നു നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 11 എന്ന് പറഞ്ഞാൽ 10-1 യെരുശലേമിലെ കാര്യമാണ് പറയുന്നത്. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേര് മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തെ ഭയപ്പെട്ടു എന്നാ. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഇവർ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് കുറച്ചു പേർക്ക് മനസ്സിലാകും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അങ്ങനെയാണ് പലരും ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് മഹോപദ്രവത്തിലെ വിശുദ്ധന്മാരായിട്ടൊക്കെ തീരുന്നത്. അതിനുള്ള മുഖാന്തരങ്ങളൊക്കെയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനുഷികമായിട്ട് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവർ പൊങ്ങിപ്പോകുന്നത്, സ്വർഗാരോഹണം ചെയ്യുന്നത് കാണുമ്പോൾ ചിലർ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന്. പക്ഷേ അവർ പൊങ്ങുന്നതോടുകൂടി വലിയ ഭൂകമ്പം യെരുശലേം നഗരത്തിൽ ഉണ്ടാകും.
അത് ദൈവത്തിന്റെ ന്യായവിധിയാ. തന്റെ തന്റെ സാക്ഷികളെ ഉപദ്രവിച്ചതിന്, തന്റെ സാക്ഷികളെ അപമാനിച്ചതിന്, തന്റെ സാക്ഷികളെ കൊന്നതിന് ദൈവം കൊടുക്കുന്ന പ്രതികാരമാണ്. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് തന്നെയല്ലേ യേശു കർത്താവിന്റെ മരണത്തിങ്കൽ സംഭവിച്ചത്. AD 70 യെരൂശലേം നശിപ്പിക്കപ്പെട്ടില്ലേ? ഛിന്ന ഭിന്നമായി പോയില്ലേ? തന്റെ പുത്രനോട് ചെയ്ത ക്രൂരതയ്ക്ക്. കാരണം കർത്താവ് കർത്താവിനോട് പറഞ്ഞില്ലേ, നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. അത് തന്നെയാ വന്നത് AD 70 AD 70 യെരൂശലേം മുഴുവനും തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 14 വാക്യം. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിലെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കമണ്ണു വീണു. ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, അങ്ങ് മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപ ദിവസവും ഒന്ന് മരിച്ചവരെ ന്യായം വിധിക്കുവാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലവും വന്നു. ഇവിടെ ശ്രദ്ധിക്കണമേ, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം, കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ചില മിനിറ്റുകൾ, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കാരണം 3.5 വർഷത്തിന്റെ ആ അവസാന ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ കർത്താവിന്റെ വരവാകുകയാണ്. കർത്താവ് വന്ന് ന്യായം വിധി, കർത്താവ് വന്ന് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലുള്ള ഈ ഈ കർത്താവിന്റെ സൃഷ്ടികൾക്കെതിരെ നിന്നവർ, കർത്താവിന്റെ പ്രമാണങ്ങൾക്കെതിരെ നിന്നവർ, കർത്താവിനെ നിന്ദിച്ചവർ, കർത്താവിനെ ദേഷിച്ചവർ എല്ലാവരോടും ന്യായം വിധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു എന്ന്. അപ്പൊ സ്വർഗത്തിലെ മൂപ്പന്മാർ അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ചില ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പൊ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതവിടെ പറഞ്ഞ് സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ നീതിയെ ഓർത്ത്, ദൈവത്തിന്റെ ന്യായവിധിയെ ഓർത്ത്, ദൈവത്തിന്റെ ന്യായവിധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ വൃന്ദം മുഴുവനും, സ്വർഗത്തിലെ സമൂഹം മുഴുവനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 19 വാക്യം നോക്കിയേ. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകവും അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. കഴിഞ്ഞ നാളുകളിൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. മോശയ്ക്ക് സമാഗമന കൂടാരം ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം പണിക്ക് വേണ്ടി ശലോമോനോ അല്ലെങ്കിൽ ദാവീദിനൊക്കെ കൊടുത്തിരിക്കുന്ന ആജ്ഞയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ദൈവം ഒരു മാതൃക കൊടുത്തിരുന്നു. ഇന്ന മാതൃക പ്രകാരമാണ് ആലയം പണിയേണ്ടത്. ആലയത്തിന് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, 3 ഭാഗങ്ങളുണ്ട്. അവിടെ എന്തൊക്കെയാ ഉണ്ടായിരിക്കണം, അതിന്റെ നീളം, വീതി, ഉയരം, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട്, അതിന്റെ നിറം വരെ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരു മാതൃക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്കെച്ച് കൊടുക്കുക, ഒരു പ്ലാൻ കൊടുക്കുക, അല്ലെ ഒരു ബ്ലൂ പ്രിന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ ഒറിജിനൽ. ആ ഒറിജിനലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ദൈവവചനത്തിൽ നിന്ന് കോട്ട് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും നാൾ ദൈവവചനം പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലൊരു ആലയമുണ്ട്, തീർച്ചയായിട്ടും. അതാ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. 19 വാക്യത്തിൽ, ആൻഡ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് വാസ് ഓപ്പൺഡ് ഇൻ ഹെവൻ. അപ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവം മോശയ്ക്ക് മാതൃക കൊടുത്തതുപോലെ അതിന്റെ ഒറിജിനൽ ആലയം സ്വർഗത്തിലുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ആലയം ഉണ്ടെങ്കിൽ സ്വർഗത്തിലൊരു പുരോഹിതനും ഉണ്ടാകണമല്ലോ. അപ്പൊ ആലയത്തിലെ പുരോഹിതൻ ആരാണ്? സ്വാഭാവികമായിട്ടൊരു ചിന്ത ഉണ്ടാകുമല്ലോ. ഒരിക്കലും യേശു കർത്താവ് അവിടെ പുരോഹിതനായിട്ട് നിൽക്കത്തില്ല. അവിടുന്ന് രാജാതി രാജാവായിട്ട് പിതാവിനോട് കൂടെ ഇരുന്ന് വാഴുകയാണ്, രാജാതി രാജാവായിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. മെൽക്കീസദേക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവപുത്രന് തുല്യനായിട്ടാണ് മൽക്കീസദേക്കിനെ കുറിച്ച് ദൈവവചനം പറയുന്നത്. മൽക്കീസദേക്കിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. മൽക്കീസദേക്ക് ദൈവമല്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദൈവപുത്രനുമല്ല, ദൈവപുത്രന് തുല്യനാണെന്ന്. അത് മാത്രമല്ല, ദൈവത്തെ പോലെ എങ്ങനെയാണ്? പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ആരുമില്ല. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള പുരോഹിതനെന്ന്. അപ്പോൾ മൽക്കീസദേക്ക് എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ്. ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുക, എൻ്റെ വ്യക്തിപരമായ ചിന്തയിൽ പറയുന്നു, മൽക്കീസദേക്ക് ഒരു പക്ഷേ സ്വർഗത്തിലെ ആലയത്തിലെ പുരോഹിതനായിരിക്കും. അങ്ങനെ ഞാൻ ചിന്തിക്കുക കേട്ടോ. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും. ഞാൻ ഒന്നും ഒരു മെസ്സേജ് കേട്ടിട്ടില്ല അങ്ങനെ.
ആരും അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു മെസ്സേജിൽ പോലും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. മൽക്കിസദേക്കിനെ കുറിച്ചുള്ള ദൈവവചനത്തിൽ 2, 3 മാത്രമേ മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുള്ളൂ. മൽക്കിസദേക്ക് എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയില്ല. അബ്രഹാമിന്റെ അടുത്ത് വന്നതായിട്ട് പറയുന്നുണ്ട്. അബ്രഹാമിനെ ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ വരുന്നുണ്ടെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം യേശു കർത്താവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മൽക്കിസദേക്കിന്റെ പിന്നെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ഇതൊന്നുമല്ല. അത് മാത്രമല്ല, ദൈവപുത്രന് തുല്യനെന്നാ പറയുന്നത്. പക്ഷെ ദൈവപുത്രനും അല്ല, ദൈവവുമല്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, സ്വർഗത്തിലെ ആലയത്തിന്റെ എന്നേക്കുമുള്ള പുരോഹിതനായി ആയിരിക്കാം മൽക്കിസദേക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഐ ഡോണ്ട് നോ, ഗോഡ് നോസ്. പക്ഷെ ഒരിക്കലും ഇതൊരു ദൈവദൂഷണമല്ല. കാരണം ദൈവത്തിന് ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പഠിപ്പിക്കുകയല്ല. ഞാൻ എൻ്റെ ഒരു വീക്ഷണം, എൻ്റെ ഒരു കാഴ്ചപ്പാട് സഹോദരങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് സ്വർഗത്തിൽ ആലയമുണ്ടെന്നുള്ളത് ഈ വാക്യം നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആലയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പുരോഹിതനുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഞാൻ ഈ പറയുന്നതൊക്കെ, ഈ ഷെയർ ചെയ്യുന്നതൊന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല സഹോദരങ്ങളെ. ഞാൻ റിസർച്ച് ചെയ്ത് എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവവചനത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ചില തെയോളോജിയൻസിന്റെ അഭിപ്രായങ്ങളും കമന്ററീസും ഒക്കെ നോക്കി മനസ്സിലാക്കി, എനിക്ക് ഉൾക്കൊള്ളാൻ ചില പറ്റാത്ത ഭാഗത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് തന്ന കാഴ്ചപ്പാടുകൾ ദൈവഭയത്തോടെ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഐ ഡോണ്ട് സേ ദാറ്റ് ഐ ആം പെർഫെക്റ്റ്. പക്ഷെ ദൈവവചനത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എന്തായിരുന്നാലും ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഈ കാണപ്പെടുന്നതെല്ലാം, നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം ചില നാളുകൾക്കുള്ളിൽ ഇല്ലാതായി പോകാൻ പോകുന്നു. കർത്താവിൻ്റെ സഭ അതിനു മുമ്പ് എടുക്കപ്പെടുവാനായിട്ട് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ന്യായവിധിയിലൊന്നും കടന്നു പോകാതിരിപ്പാൻ തക്കവണ്ണം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവിൻ്റെ വചനത്തിൽ ദൈവസഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവസഭയോടുള്ള ദൂത് 2-3 അധ്യായങ്ങളിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. മറ്റുള്ളവരെയും ശുദ്ധീകരണത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അപ്പ അങ്ങയെ ഭയപ്പെട്ട് അങ്ങയുടെ സന്നിധിയിൽ സമ്പൂർണ്ണമായി താഴ്ത്തി തന്നു അങ്ങയുടെ പരിശുദ്ധ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഇരുന്ന് കർത്താവേ, അങ്ങ് കൽപ്പിക്കാത്ത ഒരു വാക്കും ഞങ്ങളുടെ നാവിലെടുക്കുവാനും, അങ്ങയുടെ ആത്മാവ് അരുളി ചെയ്ത് വെളിപ്പെടുത്താത്ത ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഭാവനയിൽ കണ്ട് അതിനെ മറ്റുള്ളവരുടെ ഉപദേശിക്കുവാനോ പഠിപ്പിക്കുവാനോ ഞങ്ങൾക്കിടയാകാതെ സമ്പൂർണ്ണമായി ഞങ്ങളുടെ ലിമിറ്റ് അറിഞ്ഞ്, ഞങ്ങളുടെ പരിധി അറിഞ്ഞ്, ആ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വചനത്തെ ധ്യാനിക്കുവാനും വിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി തിരുസന്നിധിയിൽ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും അവിടെ ഞങ്ങൾക്ക് കൃപ തരുമാറാക്കണമേ എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ നാമം എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ സഭയെ അങ്ങ് സൂക്ഷിക്കണമേ. അങ്ങയുടെ ദാസീദാസന്മാരെ വിശുദ്ധിയിലും താഴ്മയിലും അങ്ങയുടെ കൃപയിലും എന്നും നിലനിർത്തിക്കാണ്ട് സ്തോത്രം. ഇന്ന് കടന്നു വന്ന ഞങ്ങളുടെ ജനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസീദാസന്മാർക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപ അധികമായി അവരുടെ ഓരോരുത്തരുടെയും മേൽ നിറയ്ക്കണമേ. അങ്ങയുടെ തിരക്കരങ്ങൾ ഈ നാളുകളിൽ ശക്തിയോടെ അങ്ങ് ഉപയോഗിക്കണമേ. അങ്ങയുടെ സഭയെ പണിയുവാൻ, അങ്ങയുടെ ജനത്തെ അങ്ങയിലേക്ക് നയിക്കുവാൻ ഓരോരുത്തരുടെ മേലും അടിയന്റെ മേലും അങ്ങയുടെ കൃപയെ താഴ്ത്തി തന്നാണ് സ്തോത്രം. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.